നമസ്കാരം. 11/1/2026 നടന്ന CSEB നടത്തിയ ക്ലർക്കിലെ ജൂനിയർ ക്ലർക്കിലെ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഖിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദി സീരീസ് 2, 6, 12, 20, 30, 42. ഇപ്പം 2, 6, 12, 20, 30, 42. നമ്മൾ നോർമലി ഒരു സീരീസ് ഉണ്ട്, നമ്മൾ അതിന്റെ ഡിഫറൻസ് എടുത്ത് നോക്കുക ചെയ്യുന്നത്. ഇപ്പൊ 2, 6 ആയിരിക്കുന്നത് 4 കൂടി, ശരിയല്ലേ? 6, 12 ആയി 6 കൂടി, 6 + 6 ആണ് 12, 12, 20 ആയി 8 കൂടി. ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായില്ലേ, 4, 6, 8. ഇനി സ്വാഭാവികമായിട്ടും 10 ആവുമല്ലോ. 20-നോടൊപ്പം 10 കൂട്ടി അടുത്ത നമ്പർ കിട്ടുന്നുണ്ട് 30. ഇനി അടുത്ത 12 ആണ് കൂട്ടേണ്ടത്, ശരിയല്ലേ? 4, 6, 8, 10, 12, 30 + 12 42. അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്ത ആള് 14 കൂട്ടേണ്ടി വരും. അപ്പം 42-നോടൊപ്പം 14 കൂട്ടുന്നു, 4 × 2 6, 5, 56 എന്ന് കിട്ടുന്നു. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ഡി ആൻസർ. ക്വസ്റ്റ്യൻ, വൺ മോർണിംഗ് ഗോപിക സ്റ്റാർട്ടഡ് ടു വാക്ക് ടുവേർഡ്സ് ദ സൺ. ഒരു ദിവസം രാവിലെ ഗോപിക സൺ എവിടെ നിൽക്കുന്ന കിഴക്കിലേക്ക് നടന്നു. ഓക്കെ. ആഫ്റ്റർ കവറിംഗ് സം ഡിസ്റ്റൻസ് ഷീ ടേൺ ടു റൈറ്റ്, then again to right, and after covering some distance she again turns to the right. Now in which direction is she facing? ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഡയറക്ഷന്റെ ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ ഒക്കെ ഒരാൾ ഇടത്ത് തിരിഞ്ഞ് വലത്ത് തിരിഞ്ഞ് അങ്ങനെയൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻ ഒന്നും പടം വരയ്ക്കേണ്ട ആവശ്യമില്ല. പടം വരച്ച് ചെയ്യാം, അല്ലാതെയും ചെയ്യാം. അപ്പൊ നമ്മൾ പടം വരയ്ക്കുന്നില്ല. അതിനു വേണ്ടിയിട്ട് ഈശ്വരൻ എന്നുള്ള ഓർഡർ നിങ്ങൾ ഓർക്കണം. ആ ഓർഡറിൽ നിങ്ങൾ ഇത് എഴുതണം, ESW. E എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ആണ്, S എന്ന് പറഞ്ഞാൽ സൗത്ത്, W എന്ന് പറഞ്ഞാൽ വെസ്റ്റ്, N എന്ന് പറഞ്ഞാൽ നോർത്ത്. ഇനി ഒരു ദിവസം രാവിലെ ഗോപിക സൺ എങ്ങോട്ടാണോ അങ്ങോട്ട് നടന്നത്. സൺ എവിടെ നിൽക്കുന്ന രാവിലെ? കിഴക്കോട്ട് നടന്ന്. അപ്പൊ പുള്ളിക്കാരി ആദ്യം നടന്നത് കിഴക്കോട്ടാണ് കേട്ടോ. ഇവിടോട്ട് നടന്ന് ടുവേർഡ്സ് വാക്സ് ടു സൺ, സണ്ണിന്റെ അങ്ങോട്ട് പുള്ളിക്കാരി നടന്നു. ഓക്കെ, ഒന്നാമതായിട്ട് ഇങ്ങോട്ട് നടന്നു. ക്ലിയർ ആണേ? ആഫ്റ്റർ കവറിങ് സം ഡിസ്റ്റൻസ് ഷീ ടേൺ ടു റൈറ്റ്. അപ്പൊ ഈസ്റ്റിന്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ സൗത്തിലോട്ട് തിരിയും. ഈസ്റ്റിലോട്ട് നടക്കുന്നുള്ള ഒരാൾ റൈറ്റ് തിരിയാന്ന് പറഞ്ഞാൽ ഈസ്റ്റിന്റെ റൈറ്റ് സൗത്ത് ആയിരിക്കും. നിങ്ങൾ വേണേൽ ചുമ്മാ നടന്നു നോക്കിക്കോ. ഈസ്റ്റിന്റെ സൗത്തിലോട്ട് തിരിയാന്ന് പറഞ്ഞാൽ ഈസ്റ്റിന്റെ റൈറ്റ് തിരിഞ്ഞാൽ, ഈസ്റ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആള് റൈറ്റ് തിരിഞ്ഞെന്ന് പറഞ്ഞാൽ അത് സൗത്തിലോട്ടായിരിക്കും നടക്കുന്നത്. അപ്പൊ സൗത്തിലോട്ട് നടന്ന് ആഫ്റ്റർ കവറിങ് സം ഡിസ്റ്റൻസ് ഷീ ടേൺ ടു റൈറ്റ്, അതായത് റൈറ്റ് തിരിഞ്ഞ് നടന്ന്. രണ്ടാമതായിട്ട് പുള്ളിക്കാരി നടന്നത് സൗത്തിലോട്ടാണ്. എഗെയിൻ ടു ദ റൈറ്റ്, ദെൻ എഗെയിൻ ടു ദ റൈറ്റ്, വീണ്ടും റൈറ്റിലേക്ക് തിരിഞ്ഞ്. അപ്പൊ സൗത്തിലോട്ട് നോക്കിയിരിക്കുന്ന ആള് വീണ്ടും റൈറ്റിലോട്ട് തിരിഞ്ഞ് അത് വെസ്റ്റിലോട്ടാവും. ഓക്കെ. അപ്പൊ മൂന്നാമതായിട്ട് വെസ്റ്റ്, അതായത് റൈറ്റ് തിരിഞ്ഞെന്ന് പറഞ്ഞാൽ എങ്ങനെ അങ്ങ് പോകും. ലെഫ്റ്റ് തിരിയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. റൈറ്റ്. ആഫ്റ്റർ കവറിങ് സം ഡിസ്റ്റൻസ് ഷീ എഗെയിൻ ടു ദ റൈറ്റ്, പിന്നെയും പുള്ളിക്കാരി റൈറ്റിലേക്ക് തിരിഞ്ഞ്. അപ്പൊ വീണ്ടും റൈറ്റിലേക്ക് തിരിഞ്ഞാൽ നാലാമതായിട്ട് എവിടെ ചെല്ലും? നോർത്തിൽ ചെല്ലും. പിന്നെ റൈറ്റിലോട്ട് തിരിഞ്ഞാൽ അപ്പുറത്ത് ആളില്ലാത്തതുകൊണ്ട് ഈ ഈസ്റ്റിൽ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ. അപ്പം നാലാമതായിട്ട് പുള്ളിക്കാരി എവിടെ തിരിഞ്ഞു? നോർത്തിൽ തിരിഞ്ഞ്. ഇപ്പൊ ലാസ്റ്റ് പുള്ളിക്കാരി എങ്ങോട്ടാ ഫേസ് ചെയ്യുന്നതെന്നാ ചോദ്യം. നോർത്തിലോട്ടല്ലേ ഫേസ് ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ബി. ക്ലിയർ ആണേ? ഒന്നുകൂടെ, ഒരു ദിവസം രാവിലെ പുള്ളിക്കാരി സണ്ണിനെ ഡയറക്ഷൻ ആക്കി നടന്നെന്നാ പറയുന്നത്. മീൻസ് കിഴക്കോട്ട് നടന്നു. ഒന്നാമതായിട്ട് കിഴക്കോട്ട് നടന്നു. പിന്നെ ആഫ്റ്റർ സം ഡിസ്റ്റൻസ് ഷീ ടേൺ ടു റൈറ്റ്, പിന്നെ റൈറ്റ് തിരിഞ്ഞ്. ഈസ്റ്റിന്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ സൗത്തിലോട്ട് വന്ന് എഗെയിൻ ടു ദ റൈറ്റ്, പിന്നെ റൈറ്റിലോട്ട് തിരിഞ്ഞ്, മീൻസ് വെസ്റ്റിലോട്ടായി. ആഫ്റ്റർ കവറിങ് സം ഡിസ്റ്റൻസ് ഷീ എഗെയിൻ ടേൺ ടു ദ റൈറ്റ്, പിന്നെ പുള്ളിക്കാരി റൈറ്റിലേക്ക് തിരിഞ്ഞ്. അങ്ങനെ അവസാനം അയാൾ നോർത്തിലോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ് ഇപ്പം. അപ്പൊ ഉത്തരം ഇപ്പൊ അയാൾ എങ്ങോട്ട് ഫേസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ നോർത്ത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓഡ് വേർഡ് ഫ്രം ദ ഗിവൻ ആൾട്ടർനേറ്റീവ്സ്. കേണൽ, ക്യാപ്റ്റൻ, കോർപ്പോറൽ, കളക്ടർ. ആരാ? ഓപ്ഷൻ എ, ബി, സി. ഇത് മൂന്നും മിലിറ്ററി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ ഓപ്ഷൻ ഡി അല്ല. അപ്പൊ ഉത്തരം ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? വായിക്കപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. നാലാമത്തെ ക്വസ്റ്റ്യൻ, ലെറ്റർ വേർഡ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ 4 ഓപ്ഷനിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ലെറ്റർ എല്ലാം കൂടെ ചേരപ്പം വേർഡ് ഫോം ചെയ്യും. അപ്പൊ ലെറ്റർ എല്ലാം കൂടെ ലെറ്ററുകൾ ചേരപ്പം വേർഡ് ഫോം ചെയ്യും. അങ്ങനെ നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻ ഏത്? ക്ലബ്ബ്, പീപ്പിൾ. ക്ലബ്ബ് എല്ലാം കൂടെ ചേരപ്പം പീപ്പിൾ ഫോം ചെയ്യുമോ? അല്ല. പ്രോഡക്റ്റ് എല്ലാം കൂടെ ചേരപ്പം ഫാക്ടറി, നോക്കണ്ട. പേജ് എല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ ബുക്ക് ആവും. അപ്പൊ ലെറ്റർ വേർഡ്, പേജുകൾ ചേർത്ത് വെച്ചാൽ ബുക്ക്, ലെറ്ററുകൾ ചേർത്ത് വെച്ചാൽ വേർഡ്.
അപ്പൊ ഇതല്ലേ കണക്ഷൻ, നല്ല കണക്ഷൻ. ഹോംവർക്ക് സ്കൂള്, ഹോംവർക്ക് എല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ സ്കൂൾ ആവുമോ? ഇല്ലല്ലോ. അപ്പോൾ ഓപ്ഷൻ സി ഉത്തരം. ഓക്കെ, കുഞ്ഞു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി നമ്പേഴ്സ് ആർ ദെയർ ഇൻ ബിറ്റ്വീൻ 50 and 100 ദാറ്റ് ആർ ഫുള്ളി ഡിവിസിബിൾ ബൈ 2, 3 and 4? അതായത് 50-നും 100-നും ഇടയിൽ 2, 3, 4 ഇവ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ട്? 50-നും 100-നും ഇടയിൽ 2, 3, 4 ഇവ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ട്? വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ 2, 3, 4 ഇതിന്റെ എൽസിയം എടുക്കണം. അതായത് 2, 3, 4 ഇതിന്റെ എൽസിയം നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ചിന്തിക്കാവുന്നേ ഉള്ളൂ. എന്നാലും ഞാൻ കണ്ടുപിടിക്കുകയാണ്. 2-നെ 4-നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 3-നെ പറ്റത്തില്ല, 4-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 2. ഇനി ഏതെങ്കിലും രണ്ടെണ്ണത്തിനെങ്കിലും 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാം. പക്ഷെ 3-നെ 2-നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ഇതിന്റെ എൽസിയം എന്ന് പറഞ്ഞാൽ വട്ടം കിടക്കുന്ന മൾട്ടിപ്പിൾ ചെയ്യണം. 2 × 1 × 3 × 2 3 2 6 2 12 എന്ന് കിട്ടും. ഇതാ എൽസിയം. ഇനി നിങ്ങൾ 50-നും 100-നും ഇടയിലുള്ള 12-ന്റെ ഗുണിതം തേടി പിടിച്ചാൽ മതി. എളുപ്പമല്ലേ? 12 1 12 12 24 12 1 36 12 4 48. ഇനി പറയാൻ പോകുന്ന എല്ലാം 12 4 48. ഇനി പറയാൻ പോകുന്ന എല്ലാം 12-ന്റെ 50-നും 100-നും ഇടയ്ക്കുള്ള ഗുണിതങ്ങളാണ്. 12 4 48, പിന്നെ 12 5 60. ഇനി 12 കൂട്ടിയാൽ മതി. 12 ഇതിനോടൊപ്പം കൂട്ടുമ്പോൾ 12 6 72 വരും. വീണ്ടും ഒരു 12 കൂട്ടപ്പോൾ 84 വരും. വീണ്ടും ഒരു 12 കൂട്ടപ്പോൾ 96 വരും. പിന്നെ ഒരു 12 കൂട്ടപ്പോൾ 100 കിടന്നു പോകും. അപ്പൊ 50-നും 100-നും ഇടയ്ക്കുള്ള ഈ 12-ന്റെ ഗുണിതം തപ്പി പിടിച്ചാൽ മതി, എൽസിയമിന്റെ ഗുണിതം. അതായത് 2 കൊണ്ടും 3 കൊണ്ടും 4 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളുടെ എണ്ണം ചോദിച്ചാൽ നിങ്ങൾ ആദ്യം ഇവയുടെ എൽസിയം കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പൊ എൽസിയം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് 12 കിട്ടി. ഇനി നിങ്ങൾ ഈ സംഖ്യകളെ മറന്നേക്കുക, എൽസിയമിന്റെ ഗുണിതത്തെ തപ്പി പിടിച്ചാൽ മതി. 50-നും 100-നും ഇടയ്ക്കുള്ള എൽസിയമിന്റെ ഗുണിതം. അപ്പൊ അത് ഏതൊക്കെയാ? എൽസിയമായ 12-ന്റെ ഗുണിതം 60 ഉണ്ട്, 72 ഉണ്ട്, 87 ഉണ്ട്, 96 ഉണ്ട്. അപ്പൊ എത്ര എണ്ണം? 4 എണ്ണം. ശരിയല്ലേ? ഓപ്ഷൻ എ ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ട്. ഓപ്ഷൻ ബി ഉത്തരം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ 2/3 ആൻഡ് ലെസ് ദാൻ 4/5? അതായത് 2/3-നേക്കാൾ വലുതും 4/5-നേക്കാൾ ചെറുതുമായ ഫ്രാക്ഷൻ ഏതെന്നാ ചോദ്യം. ഇത് എന്ന് വെച്ചാൽ ഇതിന് ഇടയ്ക്ക് നിൽക്കുന്ന ഫ്രാക്ഷൻ. ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഫ്രാക്ഷൻ നമുക്ക് പെട്ടെന്ന് ചില കേസിൽ കണ്ടെത്താം. അതെന്താണെന്ന് വെച്ചാൽ ഇതിനിടയ്ക്കുള്ള ഒരു ഫ്രാക്ഷൻ കണ്ടെത്താൻ നിങ്ങൾ ആദ്യം ഇതിന്റെ അംശം ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യാം. ഇപ്പൊ 2 4 ആഡ് ചെയ്യപ്പോൾ 6 കിട്ടും. ഇനി ഛേദങ്ങൾ തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ 3 5 കൂടെ ആഡ് ചെയ്യപ്പോൾ നമുക്ക് 8 കിട്ടും. അത് ഛേദത്തിൽ എഴുതുക. അംശം കൂട്ടി അംശത്തിലും ഛേദം കൂട്ടി ഛേദത്തിലുമായിട്ട് എഴുതുക. അതായത് 2 4 കൂടെ കൂട്ടിയാൽ 6, 5 3 കൂടെ കൂട്ടിയാൽ 8. ഈ 6/8 നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കുക. 6/8, അതായത് 6/8 ഓപ്ഷനിലില്ല. പക്ഷെ നമുക്ക് 6-നെ 8-നെ നമുക്ക് 2 വെച്ച് കെട്ടിയാം. അപ്പൊ മേളിൽ 3 എന്നും താഴെ 4 എന്നും കിട്ടും. 3/4 ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട്. ഓപ്ഷൻ എ ഉത്തരം. ഓക്കെ, ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. 2/3-നും 4/5-നും ഇടയിൽ നിൽക്കുന്ന ഒരുപാട് ഇൻഫിനിറ്റി നമ്പർ ഓഫ് ഫ്രാക്ഷൻസ് ഉണ്ട്. അതിലൊന്ന് മാത്രമാണ് നമുക്ക് ഈ അംശം കൂട്ടി ഛേദം കൂട്ടി എഴുതപ്പം കിട്ടുന്നത്. ഓക്കെ, ഇത് ഓപ്ഷനിൽ ഉണ്ടാവുന്നത് നമ്മുടെ ഭാഗ്യം. ഇല്ലെങ്കിൽ വേറെ വഴി അന്വേഷിക്കേണ്ടി വരും. ഏഴാമത്തെ ചോദ്യം. എ ഫ്രൂട്ട് സെല്ലർ സെൽ 60% ആപ്പിൾ ആൻഡ് സ്റ്റിൽ ഹാസ് 240 ആപ്പിൾസ്. ഒറിജിനലി ഹി ഹാഡ്. ഓക്കെ, പുള്ളിക്കാരൻ ഒരു പഴക്കച്ചവടക്കാരൻ 60% ആപ്പിൾ വിറ്റ്. അപ്പൊ 60% ആപ്പിൾ വിറ്റെങ്കിൽ അയാളുടെ കയ്യിൽ ഇനി എത്ര ശതമാനം ബാക്കി കാണും? എത്ര? 100-ൽ 60 കളഞ്ഞാൽ പോരെ, 40% ബാക്കി കാണും. ബാക്കി കാണുന്നതിന്റെ എണ്ണം ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 240. അതായത് പുള്ളിക്കാരൻ്റെ കയ്യിൽ 60% ആപ്പിൾ അയാൾ വിറ്റു. പുള്ളിക്കാരന്റെ കയ്യിലുണ്ടായിരുന്ന 60% ആപ്പിൾ വിറ്റു, ബാക്കി 40% ആപ്പിൾ ഉണ്ട്. കയ്യിൽ 240 ആപ്പിൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ 40%ആണ് 240. കണ്ടെത്തേണ്ടത് ഒറിജിനലി അയാളുടെ കയ്യിൽ എത്ര ഉണ്ടായിരുന്നു മൊത്തം. അതായത് ആദ്യം വിൽക്കുന്നതിന് മുമ്പ് എത്ര ഉണ്ടായിരുന്നു? അത് 100% അല്ലേ? വിറ്റതും കയ്യിലുള്ളതും കൂടെ ചേരപ്പോൾ 100%. അതാ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കണം, 40% 240 ആണ്. 100% എത്ര? 40-നെ നമുക്ക് 6 കൊണ്ട് ഗുണിക്കപ്പം 240 കിട്ടത്തില്ലേ? അതേ 6 കൊണ്ട് ഇവിടെ ഗുണിച്ചാൽ നിങ്ങൾക്ക് 100% എത്ര അത് കിട്ടും? 600. ഓക്കെ, അതായത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ശ്രദ്ധിക്കണം, ഈ 600 ഇങ്ങനെ തന്നെ കണ്ടെത്തണമെന്ന് നിർബന്ധമില്ല. 40% 240 ആണ്. 100% എത്ര എന്ന് കണ്ടെത്താൻ ക്രോസ് ചെയ്ത് ഗുണിച്ച് ഇയാളെ കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് 100 × 240 ഡിവൈഡഡ് ബൈ 40. 0 0 കട്ട് 4 27 കട്ട് ചെയ്ത് 6 6 × 100 600. ഓക്കെ, a man buy a cycle for
rupees 2,400 and sell it at a loss of 15%. What is the selling price of the cycle? എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ എന്തുവാ, ഒരാൾ ഒരു 2,400 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി, കോസ്റ്റ് പ്രൈസ് അയാൾ വാങ്ങിച്ച വില 2,400. ഓക്കെ, എന്നിട്ട് അയാൾ 15% ലോസിന് വിറ്റ്. അപ്പോൾ 15% അയാൾക്ക് ലോസ് ആയി പോയി എന്ന് വെച്ചാൽ അയാൾ മുടക്കിയത് 2,400, അതിന്റെ 15% ലോസ് ആയി. നമുക്ക് അതൊന്ന് കണ്ടുപിടിച്ചൂടെ? 15% അയാൾക്ക് കിട്ടിയില്ല, നഷ്ടം വന്നു. 15% നഷ്ടത്തിൽ അയാൾ വിറ്റത്. അപ്പൊ എത്ര നഷ്ടത്തിൽ അയാൾ വിറ്റത്? 2,400ന്റെ 15% കണ്ടുപിടിച്ചാൽ മതി. ഈ 2,0 ആയിട്ട് കട്ട് ചെയ്ത് പോയി. 24 × 15. നമുക്ക് ഈ 24-നകത്ത് ഒരു 2 എടുത്ത് 15-ന് എടുക്കാമേ. അപ്പൊ 12 × 30 വരും. 12 × 30 എത്ര? 360. ഓക്കെ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അതായത് 24 × 15, ഇത് മനസ്സിൽ ചെയ്യേണ്ട കാര്യം അത് കേട്ടോ. അപ്പൊ 24 × 15, ഇതിനകത്ത് ഒരു 2 എടുത്ത് അങ്ങ് 15-ന് എടുക്കുക. അപ്പൊ 30 ആവും. അപ്പൊ ഇവിടെ 12 കിട്ടും. 12 × 30 360. മീൻസ് 24-നെ 15 കൊണ്ട് ഗുണിച്ചാൽ 360. അപ്പം 2,400ന്റെ 15% എന്ന് പറഞ്ഞാൽ 360 എന്ന് കിട്ടും. ആ 360 പുള്ളിക്ക് ലോസ് ആയി. അപ്പൊ അത് കുറയും. ഈ 360 ഇവിടെ നിന്ന് കുറയും. അപ്പൊ 2,400 ന്ന് 360 പോയാൽ എത്ര കിട്ടും? 2,040 വരത്തില്ലേ? ഓക്കെ, 400 ന്ന് 360 പോയാൽ പിന്നെ 40 ഉള്ളു. 2000 അവിടെ ഉണ്ട്, 2,040. അപ്പൊ ആ 2,040-നായിരിക്കും അയാൾ വിറ്റിട്ടുണ്ടാവുക. അയാളുടെ സെല്ലിംഗ് പ്രൈസ്, വിറ്റ വില 2,040. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ ഉണ്ട്. ഓപ്ഷൻ സി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഫസ്റ്റ് 12 over ഓഫ് എ ക്രിക്കറ്റ് മാച്ച് ദ റൺസ് റേറ്റ് വാസ് 5.5. എന്നുവെച്ചാൽ എന്തു അർത്ഥം? ആദ്യത്തെ 12 ഓവറിലെ റൺസ് റേറ്റ് 5.5 ആണ്. റൺസ് റേറ്റ് മീൻസ് ഒരു ഓവറിൽ എടുക്കുന്ന റൺസ്. ഓരോ ഓവറിൽ എടുക്കുന്ന റൺസിന്റെ ശരാശരിയാണ് യഥാർത്ഥത്തിൽ 5.5 എന്ന് പറയുന്നത്. ഓക്കെ, അല്ല, റൺസ് റേറ്റ് എന്ന് പറയുന്നത്. അതിവിടെ 5.5 എന്ന് തന്നിട്ടുണ്ട്. അതായത് ഓരോ ഓവറിൽ അയാൾ എടുക്കുന്ന റൺസിന്റെ ആവറേജ് റൺസ്, അതിനെയാണ് റൺസ് റേറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അതായത് ഇതിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാവുന്നതാണ്. 12 ഓവറിന്റെ റൺസ് റേറ്റ് എന്ന് പറഞ്ഞാൽ 5.5 എന്ന് പറഞ്ഞാൽ ഓരോ ഓവറിലും 5.5 റൺസ് വെച്ചെടുത്തു എന്ന് നിങ്ങൾക്ക് വിചാരിക്കാവുന്നതാണ്. അതായത് 12 ഓവറിലായിട്ട് ആകെ എടുത്ത റൺസിനെ 12 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടിയ സാധനം ഇത്, അത് വിട്ടേക്ക്. അപ്പൊ ഓരോ ഓവറിലും 5.5 റൺസ് എടുത്തു എന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, അവിടെ വിചാരിച്ചിട്ട് ബാക്കി വായിക്കാം. What should be the runs rate in the remaining 38 over to reach the target of 332 runs? അതായത് ബാക്കി 38 ഓവർ ഉണ്ട്, 332 റൺസ് ആണ് നമ്മുടെ ടാർജറ്റ്. 332 റൺസ് ആണ് നമ്മുടെ ടാർജറ്റ്. അങ്ങനെയാണെങ്കിൽ ബാക്കി 38 ഓവറിൽ എടുക്കുന്ന റൺസ് റേറ്റ് എത്ര ആകണം എന്നാണ് ചോദ്യം. ഓക്കെ, വാട്ട് ഷുഡ് ബി ദ റൺസ് റേറ്റ് ഇൻ ദ റിമൈനിങ് 38 ഓവർ? ബാക്കിയുള്ള 38 ഓവറിന്റെ റൺസ് റേറ്റ് എത്ര ആയാൽ നമ്മുടെ ടാർജറ്റ് ആയ 332 റൺസ് എടുക്കാൻ പറ്റും എന്നതാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആണ്. നമുക്ക് തുടരാം. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ. ഒരു ഓവറിൽ എടുത്ത റൺസ് ആണ് ഈ 5.5. അപ്പൊ 12 ഓവറിലായിട്ട് 5.5 റൺസ് വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പൊ 5.5 റൺസ് വെച്ച് 12 ഓവറിൽ എടുത്തതെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, 12 ഓവറിലായിട്ട് എടുത്ത ആകെ റൺസ് എന്ന് പറഞ്ഞാൽ 12 × 5.5, കാരണം ഇത് ഓരോ ഓവറിലെ റണ്ണാണ്. പ്ലസ് ഇനി ബാക്കി 38 ഓവറുണ്ട്. ആ 38 ഓവറിൽ നമ്മൾ എടുക്കുന്ന റൺസ് റേറ്റ് നമുക്ക് തൽക്കാലം ഒരു എക്സ് എന്ന് വിചാരിക്കാം. ഓക്കെ, 38 × x. ഓരോ 38 ഓവറിലും എടുത്തേക്കുന്ന റൺസ് റേറ്റ് എക്സ് എന്ന് വിചാരിക്കാം. അപ്പൊ 38 ഓവറിലായിട്ട് എക്സ് റൺസ് വെച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യപ്പം നമുക്ക് നമ്മുടെ ടാർജറ്റ് അച്ചീവ് ചെയ്യണം. മീൻസ് 332 റൺസ് കിട്ടണം. സംഭവം ക്ലിയർ ആണോ? അതായത് 12 ഓവറിലെ റൺസ് റേറ്റ് 5.5, 38 ഓവറിന്റെ റൺസ് റേറ്റ് നമുക്ക് അറിയത്തില്ല, അത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ് എക്സ്. അപ്പൊ 12 × 5.5 ചെയ്താൽ ഈ 12 ഓവറിൽ എത്ര റൺസ് അടിച്ചു എന്ന് കിട്ടും. 38ഉം എക്സോട് മൾട്ടിപ്ലൈ ചെയ്താൽ 38 ഓവറിൽ എത്ര റൺസ് അടിച്ചു എന്ന് കിട്ടും. അത് രണ്ടും കൂടെ ആഡ് ചെയ്യപ്പം നമ്മുടെ ടാർജറ്റ് തികയണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ എക്സിന്റെ വില എന്തെന്നാ ചോദ്യം. ഈ 38 ഓവറിലായിട്ട് എടുക്കേണ്ട ഓരോ ഓവറിലെ റൺസ് എത്ര വെച്ചായിരിക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ നിന്ന് അത് സോൾവ് ചെയ്താൽ പോരെ. 12 × 5.5, 12 × 5.5. നിങ്ങൾക്ക് ഇവിടെ യഥാർത്ഥത്തിൽ നമുക്ക് കുറച്ച് ബുദ്ധിപരമായ നീക്കം നടത്താം. അല്ലെ 12 × 5.5 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ 12 നമുക്ക് 6 × 2 എന്ന് എഴുതാം. ഈ 2 എടുത്ത് ഇവിടെ കൊടുക്കുക. 5.5 × 2 എന്ന് പറഞ്ഞാൽ 11, 11 6 66 എന്ന് ചെയ്ത് മൾട്ടിപ്ലൈ ഇപ്പൊ നിങ്ങൾക്ക് 66 കിട്ടും. എങ്ങനെ ചെയ്തതെന്ന് ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ. 12നെ നിങ്ങൾക്ക് 6 × 2 എന്ന് എഴുതാം. ഓക്കെ, ഈ 2 എടുത്ത് ഈ 5.5നെ മൾട്ടിപ്ലൈ ആയപ്പം 11 എന്ന് കിട്ടും. കാരണം 5.5ന്റെ ഇരട്ടി 11 അല്ലേ?
5.5 ഇരട്ടി 11. പിന്നെ 11 × 6 ചെയ്യപ്പം 66 കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ 55-നെ 12 കൊണ്ട് ഗുണിക്കുക, അപ്പൊ 660 കിട്ടും. ഒരു സ്ഥാനം എടുത്ത് മാറ്റപ്പം 66 കിട്ടും. ഓക്കെ, 12 × 5.5 ചെയ്താണ് 66. കൂടുതൽ കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇനി 38 × x 38x, ദാറ്റ് ഈസ് ഇക്വൽ ടു 332. ഈ 38x തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ, 66 അപ്പുറത്ത് പോട്ടെ. അപ്പൊ 332 മൈനസ് 66. അപ്പൊ 332 66 പോട്ടെ. 6 6 6 12, 6 6 12, 2 266. കറക്റ്റ് തന്നെയല്ലേ? 6 6 12, 6 6 12 13, 2 1 3, 266 എന്ന് വെച്ചാൽ 38x എന്ന് പറഞ്ഞാൽ 266. അപ്പൊ എക്സിന്റെ വിലയോ 266 ഡിവൈഡ് ബൈ 38. ഇത് കാൽക്കുലേറ്റ് ചെയ്യപ്പോൾ ഉത്തരം. ഓക്കെ, 8-നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 6 കിട്ടും. 6 8 48 കിട്ടത്തില്ല. 8 8 67 കിട്ടത്തില്ല. 8 7 56 കിട്ടാനുള്ള സാധ്യതയുണ്ട്. 7.2 കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് 7 7.2. ഓക്കെ, നമുക്ക് 38-നെ ജസ്റ്റ് ഒരു 7 ഉണ്ടെന്ന് ഗുണിച്ച് നോക്കാം. ഈ 7 വെച്ച് ഈ 6-ൽ അവസാനിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. 8 7 56, 5 7 3 21 5 26. കറക്റ്റ്. 38 × 7 നിങ്ങൾ അടിച്ചു നോക്ക്. 8 7 56, 5 7 3 21 5 26, 266. എന്ന് വെച്ചാൽ 266-നെ 38 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന 7 ആണ്. 7 ശരിയല്ലേ? 38 × 7 266. അപ്പൊ ഉത്തരം 7. അതായത് ഇനി ഓരോ ഓവറിലും, ബാക്കിയുള്ള 38 ഓവറിലും ഓരോ ഓവറിലും 7 റൺസ് അടിച്ചാൽ നിങ്ങൾക്ക് ഈ 332 റൺസ് എടുക്കാം. രവി ക്രോസസ് എ 900 meter long street in 8 minutes. What is his speed in km/h? ഓക്കെ, നിങ്ങൾക്ക് മീറ്റർ പെർ സെക്കൻഡ്, ഒരു ചുമ്മാ ഒരു കാര്യം പറയട്ടെ. മീറ്റർ പെർ സെക്കൻഡിലാണ് നമ്മുടെ യൂണിറ്റ് എങ്കിൽ അതിനെ 18/5 കൊണ്ട് ഗുണിച്ചാൽ km/h ആവും. ഓക്കെ, ഈ ഒരു സത്യം മുന്നിൽ നിർത്തിക്കൊണ്ട് നമുക്ക് ഈ ചോദ്യം സോൾവ് ചെയ്യാം. ഇവിടെ നമുക്ക് രവി ക്രോസസ് 900 meter, അതായത് നമ്മുടെ രവി സഞ്ചരിച്ചത് 900 meter ആണ്. ഇൻ 8 minutes ടൈം ആണത്, 8 minutes. ഓക്കെ, മീറ്റർ ആണെങ്കിൽ മിനിറ്റ് അല്ല, നമുക്ക് തൽക്കാലം സെക്കൻഡ് ഇരിക്കുന്നതാണ് നല്ലത്. അപ്പൊ 8 minutes എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ? 8 × 60 സെക്കൻഡ്. 8 × 60 സെക്കൻഡ്. ഓക്കെ, നമുക്ക് കണ്ടെത്തേണ്ടത് സ്പീഡാണ്. സ്പീഡ് കണ്ടെത്താനുള്ള റിസൾട്ട് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 900 meter ആണ്, മീറ്റർ. ടൈം എന്ന് പറഞ്ഞാൽ 8 × 60 സെക്കൻഡ് ആണ്. ഇതിന്റെ യൂണിറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ കാൽക്കുലേഷനിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ പെർ സെക്കൻഡ്. ഈ മീറ്റർ പെർ സെക്കൻഡ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഇല്ല. മീറ്റർ പെർ സെക്കൻഡ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത യൂണിറ്റ് ആണ്. അപ്പൊ അത് നമ്മൾ കളഞ്ഞേക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഏത് യൂണിറ്റ് ആണ് പിന്നെ വേണ്ടുന്നത്? km/h ആണ്. അപ്പൊ മീറ്റർ പെർ സെക്കൻഡിനെ 18/5 കൊണ്ട് ഗുണിച്ചാൽ km/h ആവും. അപ്പൊ ഈ മീറ്റർ പെർ സെക്കൻഡിൽ കിടക്കുന്ന യൂണിറ്റിനെ നിങ്ങൾ 18/5 കൊണ്ട് ഗുണിച്ചാൽ, ജസ്റ്റ് ഒരു 18/5 കൊണ്ട് ഗുണിച്ചാൽ മതി. പിന്നെ ആ യൂണിറ്റ് km/h ആയിരിക്കും. ഈ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ km/h മാറിക്കോളും. നമുക്കൊന്ന് ചെയ്താലോ. ഈ 0 ഈ 0 കട്ട്, ഈ 6-ഉം ഈ 18 കട്ട് 3. ഓക്കെ, അപ്പൊ 90 × 3 നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. 90 × 3 270. 8 × 5 ചെയ്യാം 40. 90 × 3 270. 8 × 5 40. 0 0 കട്ട് ചെയ്ത് പോയി. 27/4 km/h. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. ഡെസിമൽ ആക്കിയേക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 27-നെ 4 കൊണ്ട് ഹരിച്ച് ഡെസിമൽ ആക്കുന്നു. 6 4 24. 6 തുടങ്ങും. ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷനെ. അപ്പൊ അത് കറുപ്പിച്ചിട്ട് നമുക്ക് തുടരാം. 6 4 24, ബാക്കി 3.0 7 4 28, ബാക്കി 2 0 5 4 20 0. അപ്പൊ എത്ര കിട്ടി? 6.75 km/h. ഓക്കെ.